ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ഷഫീഖ് വധശ്രമ കേസിൽ രണ്ടാനമ്മയ്ക്ക് 15 വർഷം കഠിന തടവ്, അച്ഛന് 9 വർഷവും തടവ്. വിധി 11 വർഷങ്ങൾക്ക് ശേഷം. കേരളം ആഗ്രഹിച്ച വിധിയെന്ന് ഷഫീഖിന്റെ പോറ്റമ്മ. കേരളത്തിന്റെ എല്ലാ തെറ്റ് ചെയ്തവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും എൻ്റെ വാമച്ചിയുടെ കൂടെ നിന്നതുകൊണ്ട്, അതായത് അവന് ഒന്നും പറയാൻ പറ്റിയില്ലേലും അവന് ന്യായം, അവന് നീതി കിട്ടി. അതിൽ സന്തോഷമുണ്ട്. MT വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ. ആരോഗ്യനിലയിൽ പുരോഗതിയില്ലെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. ആരോഗ്യനില നിരീക്ഷിച്ച് ഡോക്ടർമാരുടെ സംഘം. സന്ദർശിച്ച് പ്രമുഖർ. കട്ടപ്പനയിൽ വ്യാപാരിയുടെ ആത്മഹത്യയിൽ വ്യാപക പ്രതിഷേധം. തൂങ്ങി മരിച്ചത് ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം പിൻവലിക്കാൻ കഴിയാത്തതിനെ തുടർന്ന്. കോപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്ന് ബന്ധുക്കൾ. പൈസ കൊടുക്കാതെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് വാക്കുതർക്കം ഉണ്ടായതായിട്ടാണ് അറിവ്. CPM കൊള്ളയുടെ രക്തസാക്ഷിയെന്ന് VD സതീശൻ. രമേശ് ചെന്നിത്തലയെ തഴുകിയും കോൺഗ്രസിനെ തള്ളിയും വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രിയാകാൻ രമേശ് യോഗ്യൻ, സതീശൻ വെറുപ്പ് സമ്പാദിക്കുന്ന നേതാവ്. NSSുമായി സഹകരിച്ചാൽ ചെന്നിത്തലയ്ക്ക് പ്രത്യേക ഗുണമില്ല. രാഷ്ട്രീയമായി എന്ത് ഗുണമുണ്ടാകും? കോൺഗ്രസിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് രമേശിന് ഗുണമുണ്ടായി അടുത്ത താക്കോൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ട് വേണ്ടേ? കോൺഗ്രസിനൂടെ ഭരണം കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. NCP പിളർപ്പിന്റെ വക്കിൽ. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഇരുവിഭാഗങ്ങൾ. ചാക്കോക്കെതിരെ കടുത്ത നീക്കത്തിന് AK ശശീന്ദ്രൻ. മന്ത്രിയെ നീക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച ചാക്കോ. മന്ത്രിമാറ്റം അജണ്ടയിലില്ല എന്ന് MV ഗോവിന്ദൻ. धरना प्रदर्शन करना उचित नहीं है. आप सभी को इस विषय पर नियमों की अनुपालना करना सुनिश्चित करना पड़ेगा. मैं पुनः आग्रह करता हूं, इसको गंभीरता से लें और किसी भी स्थिति के अंदर. അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. രാജിവെക്കണമെന്ന ഇന്ത്യ സഖ്യം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക്. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. IFFKയിൽ അവാർഡുകൾ വാരിക്കുട്ടി ഫെമിനിച്ചി ഫാത്തിമ. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഇന്ദു ലക്ഷ്മിക്ക്. നെറ്റ് പാക്ക് പുരസ്കാരം മീ മറിയം ദ ചിൽഡ്രൻ ആൻഡ് അതേഴ്സിന്. 29ാം ചലച്ചിത്രമേളയ്ക്ക് തിരശീല വീണു. തമിഴ്നാട്ടിൽ തള്ളിയ മെഡിക്കൽ വേസ്റ്റ് കേരളം നീക്കം ചെയ്യും. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ തിരുനെൽവേലിയിൽ. ചെലവ് ഏജൻസിയിൽ നിന്ന് ഈടാക്കും. മാലിന്യങ്ങൾ കൈമാറിയ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും. VFPCKയിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി വൈകുന്നു. കടുത്ത നടപടി ശുപാർശ ചെയ്യുന്ന ഉത്തരവിറങ്ങിയിട്ട് 1 മാസം. ആരോപണ വിധേയർക്ക് തണലാകുന്നത് രാഷ്ട്രീയ സംരക്ഷണം. കുമളിയിൽ 4.5 വയസ്സുകാരൻ ഷഫീഖ് വധശ്രമ കേസിൽ രണ്ടാനമ്മ അനീഷയ്ക്ക് 15 വർഷവും അച്ഛൻ ഷെരീഫിനെ 9 വർഷവും തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. ഇടുക്കി 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. അനീഷ 2 ലക്ഷം രൂപയും ഷെരീഫ് 50,000 രൂപയും പിഴയടയ്ക്കണമെന്നും കോടതി വിധിച്ചു. വിധിയിൽ സന്തോഷമുണ്ടെന്നും കേരളം ആഗ്രഹിച്ച വിധിയാണെന്നും ഷഫീഖിന്റെ പോറ്റമ്മ രാഗിണി പ്രതികരിച്ചു. ഷഫീഖിനെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ അച്ഛൻ ഷെരീഫും രണ്ടാനമ്മ അനീഷയും കുറ്റക്കാരെന്ന് ഇടുക്കി 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ശിക്ഷ വിധിച്ചത്. 1ാം പ്രതി ഷെരീഫിന് 9 വർഷം കഠിന തടവ് അനുഭവിക്കണം. 50,000 രൂപ പിഴയും അടക്കണം. 2ാം പ്രതി അനീഷയ്ക്ക് 15 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. വിധി തൃപ്തികരമെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. ഷഫീഖിന് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ കേസിൽ പ്രധാനമായിട്ടും 1ാം പ്രതിക്ക് 326 IPC പ്രകാരം 7 വർഷം തടവും 50,000 രൂപ പിഴയും, അതുപോലെ തന്നെ 323 IPCക്ക് 1 വർഷം തടവും, JJ ആക്ട് പ്രകാരം 23 പ്രകാരം 1 വർഷം തടവും, 2ാം പ്രതിക്ക് 307 IPC പ്രകാരം 10 വർഷം തടവും 2 ലക്ഷം രൂപയും പിഴയും, 324 IPC പ്രകാരം 3 വർഷം തടവും, 323 IPC പ്രകാരം 1 വർഷം തടവും,
JJ ആക്ട് 23 പ്രകാരം 1 വർഷം തടവാണ് വിധിച്ചിരിക്കുന്നത്. സംഭവം നടന്ന് 11 വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി. ഷെരീഫിന്റെ ആദ്യ ഭാര്യയിലെ കുട്ടിയായ ഷെഫീഖിനെ രണ്ടാം ഭാര്യ അനീഷ ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടെ ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. മർദ്ദനത്തിൽ ഷെഫീഖിന്റെ തലയ്ക്ക് മാരകമായി മുറിവേൽക്കുകയും ശരീരമാസകലം പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ അയൽവാസികളാണ് ഷെഫീഖിനെ ആശുപത്രിയിലാക്കിയത്. വിധിയിൽ സന്തോഷമുണ്ടെന്ന് ഷെഫീഖിന്റെ പോറ്റമ്മയായ രാഗിണി പ്രതികരിച്ചു. സന്തോഷമാണ് സാറേ. അതായത് ഞാൻ മാത്രമല്ലല്ലോ, ഈ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ മലയാളികളും, മനസാക്ഷിയുള്ള എല്ലാ മലയാളികളും എല്ലാവരും അവന് വേണ്ടി, എൻ്റെ കൊച്ചു മാത്രമല്ലല്ലോ, അപ്പം എല്ലാവരും ആഗ്രഹിച്ചതല്ലേ. മർദ്ദനത്തിൽ തലച്ചോറിനേറ്റ ക്ഷതം മൂലം സംസാരശേഷി നഷ്ടപ്പെട്ട ഷെഫീഖ് 1 വർഷം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് നേരിയ തോതിൽ സംസാരിക്കാൻ തുടങ്ങിയത്. നിലവിൽ തൊടുപുഴയിലെ അൽ അസർ മെഡിക്കൽ കോളേജിൽ സർക്കാർ സംരക്ഷണയിലാണ് ഷെഫീഖ്. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലം നെല്ലിക്കുഴിയിൽ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ മന്ത്രവാദത്തിന്റെ സാധ്യത പരിശോധിക്കാൻ പോലീസ്. കേസിലെ പ്രതിയും കുട്ടിയുടെ രണ്ടാനമ്മയുമായ അനീഷയെ മന്ത്രവാദ ചികിത്സ നടത്തിയയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം കൊലപാതകത്തിൽ അനീഷയ്ക്ക് മാത്രമാണ് നിലവിൽ പങ്കുള്ളതെന്ന് പോലീസ് അറിയിച്ചു. ഉത്തർപ്രദേശ് സ്വദേശിയായ അജാസ് ഖാന്റെ മകൾ മുസ്കാനാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. അജാസിന്റെ ആദ്യ ഭാര്യയിലെ മകളായ മുസ്കാൻ ജീവിതത്തിൽ തടസ്സമാകുമോ എന്ന ഭയമാണ് കൊലപാതകത്തിന് കാരണമായി അനീഷ പറയുന്നത്. അതോടൊപ്പം മുസ്കാനെ ഇടയ്ക്കിടെ കാണാനെത്തുന്ന ആദ്യ ഭാര്യയുമായി അജാസ് ഒന്നിക്കുമോ എന്ന ആശങ്കയും അനീഷയ്ക്കുണ്ടായിരുന്നു. ആദ്യം കൊലപാതകത്തിൽ അജാസിന് പങ്കുണ്ടോ എന്ന് പോലീസും സംശയിച്ചിരുന്നുവെങ്കിലും തുടർന്നുള്ള അന്വേഷണത്തിൽ നിരപരാധിയാണെന്ന് വ്യക്തമായി. അജാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രവാദ ചികിത്സ നടത്തുന്ന ചിലരെപ്പറ്റിയും പോലീസ് അന്വേഷണം നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ അനീഷയെ മന്ത്രവാദ ചികിത്സ നടത്തിയ നൌഷാദിനെ കസ്റ്റഡിയിലെടുത്തു. കൊലപാതകവുമായി നിലവിൽ ഇയാൾക്ക് ബന്ധമുള്ളതായി കണ്ടെത്താനായില്ലെന്ന് പോലീസ് പ്രതികരിച്ചു. അജാസ് ഖാനിൻ്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു. സോ ഇപ്പോൾ കുറച്ച് സമീപകാലം ഈ അജാസ് ഖാനിൻ്റെ ആദ്യം ഭാര്യ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലുണ്ട്. ആ ആദ്യം ഭാര്യ ഈ മരണപ്പെട്ട കുട്ടീനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കുര്യാത്തവൻ വിളിച്ചിരുന്നു. സോ അതിനെക്കുറിച്ച് ജെലിസി പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. അത് നമുക്ക് ആദ്യമാണോ കിട്ടിയിട്ടുള്ള വിവരം. ഇന്നലെ രാവിലെയാണ് മുസ്കാനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞതോടെയാണ് അന്വേഷണം മാതാപിതാക്കളിലേക്ക് തിരിഞ്ഞത്. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ വിളിച്ചപ്പോൾ എഴുന്നേൽക്കുന്നില്ല എന്നായിരുന്നു ഇവർ പോലീസിനോട് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചോദ്യം ചെയ്യലിൽ അനീഷ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. കളമശ്ശേരിയിൽ തെരുവ് നായ ആക്രമണം, 8 പേർക്ക് കടിയേറ്റു. ചങ്ങമ്പുഴ നഗർ, ഉണിച്ചിറ, യത്തീംഖാന റോഡ്, അറഫ നഗർ എന്നിവിടങ്ങളിലാണ് തെരുവ് നായയുടെ ആക്രമണമുണ്ടായത്. കടിയേറ്റവരിൽ 3 ഇതര സംസ്ഥാനക്കാരുമുണ്ട്. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടി. ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപക തുക ലഭിക്കാത്തതിനെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്തു. ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം ലഭിക്കാതെ വന്നതോടെയാണ് മുളങ്ങാശ്ശേരിയിൽ സാബു കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ തൂങ്ങി മരിച്ചത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാതെ മൃതദേഹം സംസ്കരിക്കില്ല എന്ന നിലപാടിലാണ് ബന്ധുക്കൾ. LDF ഭരിക്കുന്ന ബാങ്കിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് BJP പ്രവർത്തകർ സംഘടിച്ചത് സംഘർഷാവസ്ഥയ്ക്കും ഇടയാക്കി. കുടുംബസ്വത്ത് വിറ്റ് കിട്ടിയ 50 ലക്ഷത്തിലധികം രൂപയാണ് സാബു കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത്. പല തവണകളായി 25 ലക്ഷം രൂപ തിരികെ ലഭിച്ചു. എന്നാൽ ബാക്കി തുക നൽകാൻ സൊസൈറ്റി തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിക്ഷേപ തുക തിരികെ വാങ്ങാൻ സാബു സൊസൈറ്റിയെ സമീപിച്ചെങ്കിലും ബാങ്ക് അധികൃതർ അപമാനിച്ച് തിരിച്ചയച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പുള്ളി ഇന്നലെ ബാങ്കിൽ വന്ന് പൈസ വെച്ചപ്പോൾ ബാങ്കിന് പൈസ കൊടുത്തില്ല. പൈസ കൊടുക്കാതെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് വാക്കുതർക്കം ഉണ്ടായതായിട്ടാണ് അറിവ്. വാക്കുതർക്കമുണ്ടായി എന്തെന്നുള്ള ഉണ്ടായതായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് പുള്ളി ഭയങ്കര നിരാശനായിട്ടാണ് വീട്ടിൽ വന്നത്. ആത്മഹത്യക്ക് ഉത്തരവാദികളെന്ന് ആരോപിച്ച് കോൺഗ്രസ് BJP പ്രവർത്തകരും വ്യാപാരികളും പ്രതിഷേധവുമായി ബാങ്കിന് മുന്നിൽ സംഘടിച്ചു. കട്ടപ്പനയിൽ ഹർത്താൽ ആചരിക്കുകയും ചെയ്തു. സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിക്കുന്ന ബാങ്ക് ജീവനക്കാരെ അറസ്റ്റ് ചെയ്യാതെ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ലെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട്. തുടർന്ന് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഉച്ചയോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 ഇടുക്കി. കട്ടപ്പനയിൽ ജീവനൊടുക്കിയ നിക്ഷേപകൻ സഹകരണ മേഖലയിലെ CPM കൊള്ളയുടെ രക്തസാക്ഷിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. കൊപ്രയുടെ താങ്ങുവില കൂട്ടി കേന്ദ്രം. മില്ലിംഗ് കൊപ്രയ്ക്ക് ക്വിന്റലിന് 422 രൂപയും ഉണ്ടക്കൊപ്രയ്ക്ക് ക്വിന്റലിന് 100 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ മില്ലിംഗ് കൊപ്രയ്ക്ക് ക്വിന്റലിന് 11,582 രൂപയാകും. 12,100 രൂപയാകും ഉണ്ടക്കൊപ്രയുടെ പുതുക്കിയ വില. കാർഷികക്ഷേമ ലക്ഷ്യമിട്ടാണ് തീരുമാനമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രതികരിച്ചു.
MT വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ആരോഗ്യനിലയിൽ പുരോഗതിയില്ലെന്ന് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് MT. പ്രാർത്ഥന MTയോടൊപ്പമുണ്ട്. ഒരു കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും വിശ്വസാഹിത്യകാരൻ്റെ നിലവാരത്തിലൊക്കെ ഉയർന്നവരിൽ ഒന്നാമനായി എനിക്ക് MTയെ പറ്റി തോന്നുന്നു. സാഹിത്യം വഴി ഒരു സമൂഹത്തിൻ്റെ, ഒരു സമാജത്തിൻ്റെ മാനബിന്ദുവായി, നായകനായി മാറാൻ സാധിക്കും. പക്ഷെ അത് അവിടെ മാത്രമായി ഒതുങ്ങി നിൽക്കാതെ സാംസ്കാരിക രംഗത്തും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ സാഹിത്യരംഗത്ത് കുറവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം വൈദ്യശാസ്ത്രം എല്ലാവിധ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ മകളും ഡോക്ടർമാരും എന്നോട് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സാധ്യമായ എല്ലാ ശ്രമങ്ങളും അതോടൊപ്പം പ്രാർത്ഥനയും നടക്കുന്നുണ്ട്. ഡോക്ടർമാർ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാ മെഡിക്കൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. എല്ലാവിധ മെഡിക്കൽ സപ്പോർട്ടും കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, പ്രാർത്ഥനയോടുകൂടി കേരളം ഉറ്റുനോക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയിലേക്ക്. ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത് എങ്ങനെ അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തുന്ന പ്രമുഖർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അപർണ, കഴിഞ്ഞ 15-നാണ് അദ്ദേഹത്തെ ശ്വാസതടസ്സമടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് മുമ്പായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാവുകയായിരുന്നു. അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം അനുഭവപ്പെട്ടുവെന്ന് അധികൃതർ വിശദീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം നടത്തിയാണ് അദ്ദേഹം ജീവൻ നിലനിർത്തി പോരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ മേഖലകളിലുള്ള വിദഗ്ധർ അദ്ദേഹത്തെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനെ കാണാനായി നിരവധി പ്രമുഖർ എത്തുകയും ചെയ്തു. മന്ത്രിമാരടക്കമുള്ളവർ എത്തി കുടുംബവുമായി ആശയവിനിമയം നടത്തി മടങ്ങി. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അടക്കമുള്ള ആളുകളും എത്തി. സിനിമാ മേഖലയിൽ നിന്നും അദ്ദേഹത്തോട് ഏറെ ആത്മബന്ധം പുലർത്തിയ ഹരിഹരനെ പോലുള്ള സംവിധായകരും എത്തി. കുടുംബം ഇപ്പോഴും അദ്ദേഹത്തിനൊപ്പം ആശുപത്രിയിൽ ഉണ്ട്. എന്തായാലും സൂക്ഷ്മമായി തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വിലയിരുത്തി വരികയാണ് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്ന് 2 വട്ടം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ ആശുപത്രി പുറത്തിറക്കിയിരുന്നു. ആദ്യഘട്ടം പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിലാണ് അദ്ദേഹം വലിയ ഗുരുതരാവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെന്നും സാധ്യമായ എല്ലാ ചികിത്സയും നൽകുന്നുവെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. വൈകുന്നേരം പുറത്തിറക്കിയ ബുള്ളറ്റിനിൽ പറയുന്നതും മാറ്റങ്ങൾ, അതായത് കൂടുതൽ മെച്ചപ്പെടുകയോ ഒരുപാട് മോശമാവുകയോ ചെയ്ത ഒരവസ്ഥയില്ല. രാവിലത്തെ ഇതിന് തുല്യമായ അവസ്ഥയിലൂടെ തന്നെ അദ്ദേഹം കടന്നു പോകുന്നു. സാധ്യമായ എല്ലാ പരിശ്രമങ്ങളും അദ്ദേഹത്തിന് വേണ്ടി നടത്തുന്നുണ്ട് എന്നും വ്യക്തമാക്കി. എന്തായാലും പ്രമുഖരടക്കം നിരവധി ആളുകളാണ് അദ്ദേഹത്തെ കാണാനായി, കുടുംബാംഗങ്ങളെ കാണാനായി ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപർണ. MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകിയത്. മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം NCP സംസ്ഥാന ഘടകം പിളർപ്പിന്റെ വക്കിലെത്തി. തനിക്കെതിരെ യോഗം വിളിച്ച PC ചാക്കോയ്ക്കെതിരെ കടുത്ത നീക്കത്തിനാണ് AK ശശീന്ദ്രനും ഒരുങ്ങുന്നത്. തോമസ് കെ തോമസിനെ മന്ത്രിസഭയിൽ എടുക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമില്ലെന്ന് ശശീന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. മുഖ്യമന്ത്രിക്ക് മാത്രമുള്ള പ്രത്യേക ചില കാരണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കുറേ പരാതികൾ, സംശയാസ്പദമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കാൻ പ്രയാസമുണ്ട് എന്ന നിലപാട് മാത്രമേ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളൂ. AK ശശീന്ദ്രൻ കടുത്ത നിലപാടിലാണ്. തോമസ് കെ തോമസിനോട് മുഖ്യമന്ത്രിക്കും CPM-നും താൽപ്പര്യമില്ലെന്ന് ശശീന്ദ്രൻ പരസ്യമാക്കി. ഒപ്പം തനിക്കെതിരെ PC ചാക്കോ യോഗം വിളിച്ചതിലും ശശീന്ദ്രൻ കടുത്ത നിലപാടിലാണ്. നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തർക്കവും ചർച്ചയും പോരാട്ടവും നടത്തുന്നതിലെ യുക്തിരാഹിത്യത്തെക്കുറിച്ചാണ് പാർട്ടി അണികൾ, സമൂഹം ചിന്തിക്കുന്നത്. പിന്നെയും ചർച്ചകളും കൂടിയാലോചനകളും പ്രസ്താവനകളും വാർത്തകളും വരുത്തുന്നത് അനാരോഗ്യകരമായ പ്രവണതയാണ്. NCP സംസ്ഥാന നേതൃത്വം പിളർപ്പിന്റെ വക്കിലാണ്. ചാക്കോ വിഭാഗത്തിനെതിരെ ബദൽ യോഗം വിളിച്ചു ചേർക്കാൻ ഒരുങ്ങിയാണ് ശശീന്ദ്രൻ വിഭാഗം. ഇന്ന് തൃശൂരിൽ യോഗം ചേരാനിരുന്നുവെങ്കിലും പിന്നീട് മാറ്റിവെച്ചു. CPM നേതൃത്വവും മുഖ്യമന്ത്രിയും നൽകുന്ന പിന്തുണയാണ് ശശീന്ദ്രന്റെ ധൈര്യം. അതേസമയം കാത്തിരിക്കുമെന്നാണ് തോമസ് കെ തോമസിന്റെ പ്രതികരണം. ചർച്ച ചെയ്യുന്നുണ്ടെന്നില്ല വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടില്ല.
അപ്പോൾ അവർ തന്നെ സംസാരിച്ച് അതിൻ്റെ തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് വിശ്വാസം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മന്ത്രിമാറ്റം അജണ്ടയിലില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. NCPയുടെ മന്ത്രിയെ തീരുമാനിക്കേണ്ടത് അവരാണ്. NCPയുടെ പരാതി CPMന് മുൻപിൽ ഇല്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾ അറിയില്ല, അതിന് അവർ തീരുമാനിക്കണ്ടേ, ഞങ്ങൾക്ക് അതിനത് വേറെ തീരുമാനിക്കാനൊന്നുമില്ല. NCPയുടെ മന്ത്രിമാർ ആ മന്ത്രി ആരായിരിക്കണം എന്നുള്ളത്, മന്ത്രി ആവേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം തീരുമാനിക്കേണ്ട അവരാണ്. അവർ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. അല്ല, അത് ഞങ്ങളുടെ മുമ്പിൽ അതില്ലല്ലോ. അവിടെ കേന്ദ്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇവരെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് വരട്ടെ, അപ്പോൾ ആലോചിക്കാം. ഞങ്ങളുടെ മുമ്പിലില്ല. രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ച് SNDP. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിലെ ഏറ്റവും യോഗ്യൻ ചെന്നിത്തലയാണെന്ന് വ്യക്തമാക്കിയ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ KC വേണുഗോപാലിനെയും VD സതീശിനെയും വിമർശിച്ചു. KC വേണുഗോപാൽ അവസരം ലഭിച്ചിട്ടും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെന്നും എടാപ്പോടോ വിളിച്ച് വെറുപ്പ് സമ്പാദിക്കുന്ന നേതാവാണ് സതീശനെന്നുമാണ് വിമർശനം. അതേസമയം NSSുമായി സഹകരിച്ചിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേകിച്ച് ഗുണമില്ലെന്നും കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ട് വേണ്ടേയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രാഷ്ട്രീയമായി എന്ത് ഗുണമുണ്ടാകും? കോൺഗ്രസിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് രമേശിന് ഗുണമുണ്ടായി അടുത്ത താക്കോൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ട് വേണ്ടേ? കോൺഗ്രസിനൂടെ ഭരണം കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. പക്ഷേ സാധ്യതയില്ലാത്ത ഒന്നിനു വേണ്ടി ഇപ്പോൾ 4-5 പേര് മുഖ്യമന്ത്രിയാകാനായിട്ട് ഷർട്ടും തയ്ച്ച് നടക്കുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ സത്യമായിട്ട് തോന്നുമ്പോഴും യാഥാർത്ഥ്യമാകാത്ത ഒന്നിനെ പറ്റി നമ്മൾ വലിയ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ NSSുമായിട്ട് അടുത്തു എന്നുള്ളതൊരു കുറ്റകരമാണെന്ന് പറയാനായിട്ട്. രമേശ് മാന്യനാണ്, നല്ലവനാണ്, വിശാല മനസ്ഥിതിയുള്ളവരാണ്, മനുഷ്യരോട് കുറേ കൂടെ എല്ലാം സൗഹൃദമായി പെരുമാറുന്ന ഒരാളാണ്. പ്രതിപക്ഷ നേതാവിനെ കൂട്ട് ഇടാപാടാ പറഞ്ഞ് ആളുകളെ വെറുപ്പ് വിലയ്ക്ക് മേടിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആളല്ല. തമ്മിൽ ഭേദം തൊമ്മനാണ്. ആ തൊമ്മനെന്ന നിലയിൽ രമേശ് ചെന്നിത്തല മിടുക്കനാണ്. CMRL എക്സാലോജിക് ഇടപാടിലെ SFIO അന്വേഷണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് കമ്പനി കാര്യങ്ങൾ കമ്പനി ചർച്ച ചെയ്യട്ടെ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. സർക്കാരിന്റെ കാര്യങ്ങൾ സർക്കാരും ചർച്ച ചെയ്യട്ടെ. ആരോപണങ്ങൾ പാർട്ടിക്കും പിണറായിക്കുമെതിരെ വന്നപ്പോഴാണ് പ്രതിരോധിച്ചത്. ഇനിയും പ്രതിരോധിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കമ്പനി നിലയിൽ ചർച്ച ചെയ്തോളാം. ഗവൺമെന്റിന് അതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്തോളാം. ഞങ്ങൾക്ക് എല്ലാവരും പ്രശ്നമില്ല. ഞങ്ങളതിൽ ഒറ്റ കാര്യം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനെ രാഷ്ട്രീയമായിട്ട് പാർട്ടിക്കെതിരായും പിണറായിക്കെതിരായിട്ട് നടത്താൻ ശ്രമിച്ച ശ്രമത്തെ ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട്. അത് ഇന്നലെയും പ്രതിരോധിച്ചിട്ടുണ്ട്, ഇന്നും പ്രതിരോധിക്കും, നാളെയും പ്രതിരോധിക്കും. അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഒരു കാര്യമില്ല. മെക്സേവിനെതിരായ പരാമർശത്തിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വർഗീയവാദ പ്രവർത്തനത്തിന്റെ ഉപകരണമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതായത് CPMന്റെ നിലപാടാണെങ്കിൽ പിന്നെ പിൻവലിക്കൂലല്ലോ. അതാ കാര്യം. ഞങ്ങൾക്ക് ഓരോന്നിനെ സംബന്ധിച്ചും കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് ഏതെല്ലാം എങ്ങനെയെല്ലാം ഈ വർഗീയ ശക്തികളും തീവ്രവാദ പ്രസ്ഥാനങ്ങളും വിവിധങ്ങളായ മേഖലയിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതിനെപ്പറ്റിയെല്ലാമുള്ള വ്യക്തതയുണ്ട് ഞങ്ങൾക്ക്. എന്നാൽ ഈ പറയുന്ന ഒരു ആരോഗ്യ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന നിങ്ങൾ സംസാരിക്കുന്ന ഈ പേര് MEC7 ആ രീതിയിൽ ഏതെങ്കിലും ഒരു വർഗീയവാദ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉപകരണമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. രവി DC AKG സെന്ററിലെത്തി. DCയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് CPM സംസ്ഥാന സെക്രട്ടറി ക്ഷണിക്കാനാണ് എത്തിയത്. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിനെ നേരത്തെ മുഖ്യമന്ത്രിയും CPMും രൂക്ഷമായി വിമർശിച്ചിരുന്നു. വന നിയമ ഭേദഗതി ബിൽ കരട് മാത്രമെന്നും ആശങ്ക വേണ്ടെന്നും വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ജനങ്ങളുടെ ന്യായമായ ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുമെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. സർക്കാർ ഏത് നിയമനിർമ്മാണമായി മുന്നോട്ട് പോകുമ്പോഴും ജനങ്ങളുടെ ഉത്കണ്ഠകൾ പരിശോധിച്ച് അത് ന്യായമായ ഉത്കണ്ഠയാണെങ്കിൽ അതിന് പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുക. ഏതെങ്കിലും വ്യക്തികൾക്കോ സംഘടനകൾക്കോ ഈ ഭേദഗതി ബില്ലിൽ ആവശ്യമായ മാറ്റങ്ങൾ നിയമപരമായ രീതിയിൽ ഉന്നയിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും അതുമായി ആരുമായും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ്.
തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു വിചാരണ കോടതിയിൽ ഹാജരായി. നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ 1ാം ക്ലാസ് കോടതിയിലാണ് ആന്റണി രാജു ഹാജരായത്. കേസിന്റെ വിചാരണ പുനരാരംഭിക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് കോടതി കേസ് പരിഗണിച്ചത്. MP-മാരും MLA-മാരും പ്രതികളായ കേസുകൾ വിചാരണ നടത്താൻ പ്രത്യേക കോടതികളുണ്ടെന്ന കാര്യം ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തെപ്പറ്റി സുപ്രീം കോടതി വിധികളുണ്ടെന്നും അഭിഭാഷകൻ സൂചിപ്പിച്ചു. ഇത് വ്യക്തമാക്കി ഹർജി സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. തുടർന്ന് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും കോടതി പരാമർശിച്ചു. കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം മന്ദഗതിയിലെന്നാരോപിച്ചുള്ള ഹർജി വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തീർപ്പാക്കി. MSF നേതാവ് തിരുവള്ളൂരിലെ മുഹമ്മദ് കാസിം സമർപ്പിച്ച ഹർജിയാണ് വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തീർപ്പാക്കിയത്. പോലീസ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തി വേഗത്തിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി തീർപ്പാക്കിയത്. അന്വേഷണം തൃപ്തികരമെങ്കിൽ ഹർജിക്കാർക്ക് മേൽക്കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ADGP MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനത്തെ ന്യായീകരിച്ച് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. ആരോപണങ്ങളുടെ പേരിൽ മാത്രം ഒരാളെ ശിക്ഷിക്കാനാകില്ല. CPIയുടെ ആവശ്യം മുന്നണി നേരത്തെ അംഗീകരിച്ചതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടല്ല, വന്നിടത്തുള്ള റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള നിലപാടൊന്നുമില്ല. ഇനിയിപ്പം വിജിലൻസ് സാമ്പത്തിക കുറ്റമൊക്കെ അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ എന്തെങ്കിലും വേണ്ടേ, തെളിവ് വേണ്ടേ? മുന്നണി വളരെ ഭദ്രമാണ്. മുന്നണിയിൽ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യേണ്ട എല്ലാ വിഷയങ്ങളും മുന്നണിയിൽ ആലോചിക്കുന്നു. ഇത് ദൈനംദിന ഭരണ നടപടിയുടെ ഭാഗമാണ്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ക്രീനിംഗ് കമ്മിറ്റിയുണ്ട്. ആ സ്ക്രീനിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ക്യാബിനറ്റും ഭാഗമാണ്. നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കേണ്ടത് ആരോപണം ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നടപടിയെടുക്കാൻ പറ്റില്ല. ആരോപണങ്ങളെക്കുറിച്ച് പരിശോധന നടക്കണം. ആ പരിശോധന നടത്തിയിട്ട് തെറ്റുകാരാണെങ്കിൽ ശിക്ഷിക്കണം. ഇങ്ങനെയൊരു നിലപാടാണ് നമ്മൾ പൊതുവെടുക്കുന്നത്. ആ നിലപാടിനോടാണ് CPIയും യോജിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് തന്നെയാണ് അതൊക്കെ ഒരു മുന്നണിക്ക് അടുത്തൊരു തീരുമാനം ഉണ്ടാക്കി മാറ്റിയതല്ല. ഈ ആവശ്യങ്ങളെല്ലാം പരിശോധിച്ച് ഗവൺമെന്റ് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചത്. തദ്ദേശ വാർഡ് വിഭജനത്തിൽ ഗുരുതര വീഴ്ചയെന്ന് ഡോക്ടർ MK മുനീർ. മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടു. 16,000 പരാതികളാണ് തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. വീഴ്ചകൾ ഉണ്ടായിടങ്ങളിലെല്ലാം കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. വാർഡ് വിഭജനത്തിൽ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി എന്നും MK മുനീർ പറഞ്ഞു. കളക്ടറുടെ പേരല്ല നമ്മൾ പറയുന്നത്. അതിനകത്തും ഈ കളക്ടറുടെ പേശപ്പുറത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അതിലെല്ലാം പാർട്ടി ഇടപെടൽ. മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി മനുഷ്യച്ചങ്ങല. വൈപ്പിൻ മുതൽ മുനമ്പം വരെ 27 കിലോമീറ്റർ ദൂരമാണ് മനുഷ്യച്ചങ്ങല തീർക്കുക. ജനുവരി 5 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കാണ് മനുഷ്യച്ചങ്ങല. വരാപ്പുഴ അതിരൂപതയിലെയും കോട്ടപ്പുറം രൂപതയിലെയും വൈദികരും വിശ്വാസികളും പങ്കെടുക്കും. ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിലാണ് മനുഷ്യച്ചങ്ങല. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് കൊടിയിറങ്ങി. ക്യൂബൻ സംവിധായകനായ പെഡ്രെ ഫ്രയർ സംവിധാനം ചെയ്ത മലുവാണ് സുവർണ ചകോരം സ്വന്തമാക്കിയത്. മലയാള ചലച്ചിത്രം ഫെമിനിച്ചി ഫാത്തിമയും അവാർഡുകൾ വാരിക്കൂട്ടി. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. To the acclaimed filmmaker Ms. Payal Kapadia, we honor this filmmaker who is the pride of India and the Cannes Grand Prix winner. This award carries a cash prize of rupees 5 lakh and a memento. 8 ദിവസം നീണ്ട ഉത്സവ മാമാങ്കം അവസാനിക്കുമ്പോൾ മലയാളിക്കും കേരളത്തിനും ഏറെ അഭിമാനിക്കാവുന്ന ഒന്നുകൂടിയായി മാറുകയാണ് ഈ IFFK. മലയാള ചലച്ചിത്രം ഫെമിനിച്ചി ഫാത്തിമ അവാർഡുകൾ വാരിക്കൂട്ടി. പോളിംഗിലൂടെ തെരഞ്ഞെടുത്ത മികച്ച പ്രേക്ഷക ചിത്രത്തിനുള്ള പുരസ്കാരം, മികച്ച ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം, അന്താരാഷ്ട്ര വിഭാഗത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം, അങ്ങനെ അഭിമാനമായി ഫെമിനിച്ചി ഫാത്തിമ. മികച്ച മലയാളി നവാഗത സംവിധായികയായി വിക്ടോറിയയുടെ സംവിധായിക ശിവരഞ്ജിനിയെ തെരഞ്ഞെടുത്തു. And received the FFSI K.R. Mohanan Award for Best Debut Director from India. ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് അനഘ രവി, JNK ചെറിയൻ സംവിധാനം ചെയ്ത റിഥം ഓഫ് ദമാം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ചിന്മയ സിദ്ധി എന്നിവർക്ക് അഭിനയ മികവിന് സ്പെഷ്യൽ ജൂറി മെൻഷൻ ലഭിച്ചു. പെഡ്രെ ഫയൽ സംവിധാനം ചെയ്ത മലു മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം സ്വന്തമാക്കി. സംവിധായക പായൽ കപാഡിയയ്ക്കാണ് സ്പിരിറ്റ് ഓഫ് ദി സിനിമ പുരസ്കാരം.
സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിലൂടെ മേള വളരെയധികം ശ്രദ്ധേയമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ മേള കൂടുതൽ ശ്രദ്ധേയമായത്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനുള്ളിൽ ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച സിനിമകൾ മേളയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചുവെന്ന് സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. മാറുന്ന ലോകത്തിന്റെ സിനിമാ മുഖം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സിനിമകൾ തെരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞു. കുറെ ജനപ്രിയമായ സിനിമകൾ അവതരിപ്പിക്കുകയല്ല, അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവത്തിൽ ലോകത്തിൻ്റെ മാറുന്ന സിനിമാ മുഖങ്ങളെ ഇവിടെ ഈ മേളയിൽ അവതരിപ്പിക്കുന്നു. ലോകത്തെ വിവിധ വിഷയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന, ലോകത്തെ വിവിധ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന അങ്ങനെയുള്ള സിനിമകളുടെ പാക്കേജുകളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ചലച്ചിത്രമേളയിലാകെ 13,000-ത്തിലധികം ഡെലിഗേറ്റുകൾ പങ്കെടുത്തു. 238-ലധികം വിദേശ ചലച്ചിത്ര പ്രവർത്തകർ അതിഥികളായി മേളയിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. MT വാസുദേവൻ സഭയ്ക്കകത്തും പുറത്തും അസാധാരണ സംഭവങ്ങളാൽ നിറഞ്ഞ ശീതകാല സമ്മേളനം പൂർത്തിയായി. പ്രതിപക്ഷ ബഹളത്തിനിടയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ സംയുക്ത പാർലമെന്റ് സമിതി വിടാനുള്ള പ്രമേയം ശബ്ദവോട്ടോടെ പാസാക്കിയാണ് സമ്മേളനം പിരിഞ്ഞത്. നാണക്കേടിന്റെ അധ്യായങ്ങൾ എഴുതി ചേർത്താണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിച്ചത്. പാർലമെന്റ് മന്ദിര കവാടത്തിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കായികാക്രമണം നടത്തിയെന്ന 2 BJP എംപിമാരുടെ പരാതി. രാഹുൽ ഗാന്ധിക്കെതിരെ FIR. രാഹുൽ ഗാന്ധി തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് രാജ്യസഭയിൽ പരാതി ഉന്നയിച്ച് നാഗാലാൻഡിൽ നിന്നുള്ള BJP MP. Leader of opposition of the Lok Sabha, Shri Rahul Gandhi ji, came in very close proximity of me, and I really feel uncomfortable. And he started shouting at me, which I felt is very unbecoming of a leader of opposition. It is not that I cannot defend myself. ഭരണപക്ഷ ബഹളത്തിലും രാജ്യസഭ തുടർച്ചയായി സ്തംഭിച്ച സമ്മേളനം. സംഭാൽ വെടിവെപ്പും അദാനി വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷ ബഹളത്തോടെ തുടക്കം. അദാനി വിഷയത്തിൽ ഇന്ത്യ മുന്നണിയോട് കലഹിച്ച് പ്രതിഷേധത്തിൽ വിട്ടുനിന്ന് തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും. കോൺഗ്രസുമായി തെറ്റി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്ന മമതാ ബാനർജിയുടെ അവകാശവാദവും ലാലു പ്രസാദ് യാദവിന്റെയും ശരത് പവാറിന്റെയും പിന്തുണയും. अभी एक फैशन हो गया है, आम्बेडकर 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 आम्बेडकर. इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता. ഡോക്ടർ BR അംബേദ്കറെ കേന്ദ്രമന്ത്രി അമിത്ഷാ അപമാനിച്ചെന്നും മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം. ഈ പ്രതിഷേധത്തിൽ വീണ്ടും ഇന്ത്യ മുന്നണിക്കൊപ്പം തൃണമൂലും സമാജ്വാദി പാർട്ടിയും. ബഹളത്തിനും വിവാദങ്ങൾക്കുമപ്പുറം പോലീസ് കേസ് കൂടി ചേരുന്നതാണ് ശീതകാല സമ്മേളനം. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ അമിത്ഷായെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അമിത്ഷായുടെ പരാമർശങ്ങൾ വാക്കുപിഴയോ വ്യക്തിയുടെ അഭിപ്രായമോ അല്ല, സംഘപരിവാറിന്റെ രാഷ്ട്രീയ സമീപനമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഹരിയാന മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൌത്താല അന്തരിച്ചു. 89-കാരനായ INLD നേതാവിന്റെ മരണം ഗുരുഗ്രാമിലെ വീട്ടിലായിരുന്നു. 4 തവണ ഹരിയാന മുഖ്യമന്ത്രിയായിട്ടുണ്ട്. VP സിംഗിന്റെ കാലത്ത് ഉപപ്രധാനമന്ത്രിയായിരുന്ന ചൌധരി ദേവിലാലിന്റെ മകനാണ്. ഹരിയാന പ്രതിപക്ഷ നേതാവായിരുന്ന അഭയ് സിംഗ് ചൌത്താലയും മുൻ MP അജിത് സിംഗ് ചൌത്താലയും മക്കളാണ്. ഹരിയാന ഉപമുഖ്യമന്ത്രിയായിരുന്ന ദുഷ്യന്ത് ചൌത്താല കൊച്ചുമകനാണ്. ബംഗ്ലാദേശിലെ മുഖ്യ ഉപദേഷ്ടാവിന്റെ അടുത്ത സഹായിയായ മഹഫൂസ് ആലം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റ് വിവാദമായി. ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുമെന്ന ഭീഷണിയുമായുള്ള പോസ്റ്റിൽ വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധമറിയിച്ചു. തുടർന്ന് മഹഫൂസ് ആലം പോസ്റ്റ് പിൻവലിച്ചു. എല്ലാവരും അവരുടെ പൊതു അഭിപ്രായങ്ങൾ ഓർമ്മിപ്പിച്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിലെ നേതാക്കൾ പൊതുപ്രസ്താവന ഉത്തരവാദിത്വത്തോടെ നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ജയ്പൂർ അജ്മീർ ഹൈവേയിൽ ട്രക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 11 പേർ മരിച്ചു. 40ഓളം പേർക്ക് പരിക്കേറ്റു. മരണനിരക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് അറിയിച്ചു. 30ഓളം വാഹനങ്ങൾ കത്തിയമർന്നു.
പുലർച്ചെ 5:30 ജയ്പൂർ അജ്മീർ ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. ബാങ്ക്രോട്ടയിൽ പെട്രോൾ പമ്പിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന CNG ടാങ്കറിൽ ട്രക്കിടിച്ച് തീപിടിക്കുകയായിരുന്നു. രാസവസ്തു കയറ്റി വന്ന ട്രക്കാണ് ഇടിച്ചതെന്നാണ് പ്രാഥമിക വിവരം. 40ഓളം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇതിൽ 25 പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. മരണനിരക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറഞ്ഞു. തീപിടുത്തത്തെ തുടർന്ന് 300 മീറ്റർ പരിധിയിലുള്ള വാഹനങ്ങൾ വരെ പൂർണ്ണമായും കത്തിനശിച്ചു. വാഹനത്തിൽ വിശ്രമിക്കുകയായിരുന്ന ഡ്രൈവർമാർക്കും പൊള്ളലേറ്റു. 10 കിലോമീറ്റർ അകലെ വരെ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. കൃത്യമായി ചികിത്സ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്കും ഡോക്ടർമാർക്കും നിർദ്ദേശം നൽകി. അപകടത്തിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സൗഹൃദ ബന്ധങ്ങൾക്ക് ഇഴയെടുപ്പം നഷ്ടപ്പെടുന്ന ഇക്കാലത്ത് ഡൽഹി പോലീസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥയുണ്ട്. 1994 ഡൽഹി പോലീസിലെത്തിയ മലയാളി കൂട്ടായ്മയുടെ 30 വർഷത്തെ ചരിത്രം മാതൃകയാക്കാവുന്നതാണ്. 1994 തൃപ്പൂണിത്തുറയിൽ നടന്ന ഡൽഹി പോലീസിന്റെ റിക്രൂട്ടിംഗ് ക്യാമ്പിൽ കണ്ടുമുട്ടിയവരാണിവർ. ഇപ്പോൾ ജീവിതം തലസ്ഥാനത്തേക്ക് പറിച്ചു നട്ടിട്ട് 30 വർഷങ്ങൾ. ബന്ധങ്ങൾക്ക് ഇഴയടുപ്പം നഷ്ടപ്പെടുന്ന പുതിയ കാലഘട്ടത്തിൽ ഈ കൂട്ടായ്മയ്ക്ക് ഏറെ പ്രത്യേകതയുണ്ട്. 30 വർഷം പിന്നിട്ടിട്ടും കണ്ണിയകലാത്ത സൗഹൃദം. ജീവിതം നൽകിയ ഡൽഹി ഓർമ്മകൾ പങ്കിടാൻ ഈ കൂട്ടായ്മയ്ക്കൊരു പേരുമിട്ടു, സൗഹൃദം 94. എല്ലാ വർഷവും ഡൽഹി പോലീസിലെ ഈ മലയാളി കരുത്ത് ഒത്തുചേരും. പതിവ് പോലെ കഴിഞ്ഞ ദിവസം ഡൽഹി കിങ്സ്വേ ക്യാമ്പിലും കൂട്ടായ്മ നടന്നു. തൊഴിലിടത്തെ പതിവ് കൂട്ടായ്മ മാത്രമല്ലിത്. സുഖദുഃഖങ്ങൾ പങ്കിട്ട് സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഇടപെടൽ നടത്തി കൂട്ടായ്മ വളർന്നു. ഇന്ന് ഡൽഹിയിൽ അധികാര കേന്ദ്രങ്ങളിലുള്ള പ്രധാനികളൊക്കെ അതിഥികളായി എത്തുന്ന നിലയിലേക്ക് കൂട്ടായ്മ വളർന്നു. 94-ലെത്തിയ 150 മലയാളികളിൽ 12 പേർ മരണപ്പെട്ടു. ചിലരൊക്കെ തൊഴിൽ വിട്ടുപോയി. ഓരോ കൂട്ടായ്മയും ഇവരെയൊക്കെ ഓർത്തെടുക്കും. വീണ്ടും അടുത്ത വർഷത്തെ കൂട്ടായ്മയ്ക്കുള്ള കാത്തിരിപ്പാണ്. ന്യൂസ് 18 ഡൽഹി. വ്യാവസായിക തലസ്ഥാനമായ എറണാകുളം ജില്ലയുടെയും ഇടുക്കി അടക്കമുള്ള മലയോര മേഖലകളുടെയും വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് കരുതിയ പദ്ധതിയാണ് ശബരി റെയിൽപാത. ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി കോടികൾ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എറണാകുളം ജില്ലയിൽ നടത്തിയത്. 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിന്റെ നിരാശയിലാണ് നാട്ടുകാർ. ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമെല്ലാം നടന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലും ആ പരിസരത്തുമെല്ലാമാണ്. ഇപ്പോഴുള്ള കാലടി റെയിൽവേ സ്റ്റേഷൻ ഇതിനുവേണ്ടി പണിതീർത്തതാണ്. വളരെ നേരത്തെ തന്നെ പണിതീർക്കപ്പെട്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ ട്രെയിൻ കടന്നു പോകുന്നതിന് വേണ്ടി പെരിയാറിന് കുറുകെ ഒരു പാലവും അങ്ങനെ തീർത്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം ദൂരെയാണ് ശബരി പാതയിൽ ഉൾപ്പെടുന്ന കാലടി റെയിൽവേ സ്റ്റേഷൻ. ഇവിടം വരെ വർഷങ്ങൾക്ക് മുൻപേ പാത നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ മുന്നോട്ടു പോക്കിൽ ആർക്കും ഒരു പ്രതീക്ഷയുമില്ല. ഈ പദ്ധതി തുടങ്ങുമ്പോൾ തന്നെ ഇത് പൂർത്തീകരിക്കാനുള്ള ഒരു ഇച്ഛാശക്തി സർക്കാരുകൾ കാണിച്ചാൽ അന്ന് നടന്നു പോകേണ്ട കാര്യങ്ങളാണിത്. ഇതൊക്കെ വലിച്ചു നീട്ടി സർക്കാരുകൾ മാറുന്നു, പദ്ധതികൾ മാറുന്നു, എഞ്ചിനീയർമാർ മാറുന്നു, മന്ത്രിമാർ മാറുന്നു, അപ്പോൾ തടസ്സങ്ങൾ വരുന്നു. ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് പോകാനുള്ള ഇച്ഛാശക്തി സർക്കാരിൽ കാണിച്ചില്ലെങ്കിൽ പൊതുജനത്തിന് അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറാമെന്നല്ലാണ്ട് വേറെ ഗുണവും ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. താമസിച്ചിരുന്ന വീടും സ്ഥലവും വിട്ടുകൊടുത്ത് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിൽ സങ്കടമുണ്ട് പലർക്കും. സങ്കടമാണ് വാസ്തവത്തിൽ. ഈ കാര്യം ഓർക്കുമ്പോൾ സങ്കടമാണ്. കാരണം നമ്മളെല്ലാം മാന്യമായിട്ട് ജീവിച്ചിരുന്ന ഒരു വീടും പറമ്പും നഷ്ടപ്പെടുത്തിയിട്ട് വേറെ എങ്ങോടെങ്കിലും നിങ്ങൾ പൊക്കോ, റീഹാബിലിറ്റേഷൻ ഇല്ല, ഒന്നുമില്ല. നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങൾ വേണമെങ്കിൽ ജീവിക്കാതിരിക്കുകയോ ചെയ്യാം. ആ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും ഞങ്ങളായിട്ട് സഹകരിച്ച് പോയത് ഞങ്ങളുടെ തെറ്റ്. റെയിൽപാതയോട് ചേർന്നുള്ള സ്ഥലങ്ങൾ ക്രയവിക്രയം സാധ്യമല്ലാത്ത വിധം മരവിപ്പിച്ചിരിക്കുകയാണ്. ഈ റെയിൽവേക്ക് വേണ്ടിയിട്ട് സ്ഥലം വിട്ടുകൊടുത്തവരുടെ സൈഡിൽ അല്പം സ്ഥലം എന്തെങ്കിലും കിടപ്പുണ്ടാവും, എന്തെങ്കിലും 5-10 സെൻറ്റ് എന്തെങ്കിലും കിടപ്പുണ്ടാവും. അതിനകത്ത് ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ റെയിൽവേക്കാരുടെ സാങ്ഷൻ വേണം, അല്ലെങ്കിൽ പഞ്ചായത്ത് സാങ്ഷൻ കൊടുക്കില്ല. ഈ റെയിൽവേക്കാരുടെ സാങ്ഷൻ കിട്ടണമെങ്കിൽ തിരുവനന്തപുരത്ത് പോയിട്ട് സാങ്ഷൻ മേടിക്കണം.
അതിനുവേണ്ടി പോയി കഴിയുമ്പോൾ അവർ ഇത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നാണ് പറയണത്. ഈ റെയിൽവേയുടേതായ യാതൊരു സൗകര്യങ്ങളും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. സർവീസ് റോഡില്ല, യാതൊന്നുമില്ല. അതിൻ്റെ സൈഡിൽ ബാക്കി കിടക്കുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത്, വേറെ ആർക്കും ബാധ്യതയില്ലാത്ത ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ റെയിൽവേയുടെ സാങ്ഷൻ വേണമെന്ന് പറഞ്ഞാൽ അത് അനീതിയാണ്, സഹിച്ചുകൂടാത്ത അനീതിയാണ്. ട്രെയിൻ വരുമെന്ന പ്രതീക്ഷയിൽ പണിതിട്ട പാലത്തിന് മുകളിൽ കാറ്റുകൊള്ളാനും ഫോട്ടോയെടുക്കാനും വരുന്നവരുടെ തിരക്ക്. പെരുമ്പാവൂർ, കാലടി എന്നിവിടങ്ങളിലെ പ്ലൈവുഡ്, അരി വ്യാപാരികൾ, മൂവാറ്റുപുഴയിലെ പൈനാപ്പിൾ കർഷകർ, ഇടുക്കിയിലെ സുഗന്ധവ്യഞ്ജന വ്യാപാരികൾ എന്നിവരെല്ലാം ശബരിപാതയിൽ പുതിയ പ്രതീക്ഷകൾ കണ്ടവരാണ്. ശബരിപാത എന്ന് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല. പദ്ധതി വിഭാവനം ചെയ്ത കാലത്തേക്കാൾ കോടാനുകോടി രൂപയാകും ഇനി അത് പ്രാവർത്തികമാക്കാൻ. പരസ്പരമുള്ള പഴിചാരലുകൾ, ആരാണ് ഇതിനുത്തരവാദി എന്ന ചോദ്യത്തിന് ഒരിക്കലും ഒരു ഉത്തരവുമാകില്ല. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ കേരളയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി വൈകുകയാണ്. കടുത്ത നടപടിക്ക് ശുപാർശ ചെയ്ത് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവിറങ്ങിയിട്ട് 1 മാസമായി. ഇപ്പോഴും ആരോപണ വിധേയർ തൽസ്ഥാനങ്ങളിൽ തുടരുന്നു. ഇവർക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നതായാണ് ആക്ഷേപം. തൃശൂർ ജില്ലയിലെ തൊട്ടിപ്പാളിലെ സ്വാശ്രയ കർഷക സമിതിയുടെ പേരിൽ വ്യാജ വൗച്ചറുകളും ബില്ലുകളും ഉണ്ടാക്കി വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ ഉദ്യോഗസ്ഥർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു വിജിലൻസിന് ലഭിച്ച പരാതി. വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി. പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ഈ പശ്ചാത്തലത്തിലാണ് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നവംബർ 16-ാം തീയതി ഉത്തരവിറക്കിയത്. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുള്ളതിനാൽ തൃശൂർ ജില്ലാ VFPCK ഡെപ്യൂട്ടി മാനേജർ ബബിതയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അടിയന്തര നടപടി സ്വീകരിക്കാനായിരുന്നു നിർദ്ദേശം. വിജിലൻസ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ VFPCK ആസ്ഥാനത്തും അനുബന്ധ സ്ഥാപനങ്ങളിലും വർഷങ്ങളായി തുടർച്ചയായി ജോലി ചെയ്തു വരുന്ന ഡെപ്യൂട്ടി മാനേജർ ഇൻചാർജ് ജോജി കെ മാത്യൂസ്, കൃഷി ബിസിനസ് കേന്ദ്ര ഡെപ്യൂട്ടി മാനേജർ സുനിൽ പോൾ, മാനേജർ ഇൻചാർജ് TS പ്രവീൺ തുടങ്ങിയവരെ VFPCKയുടെ മറ്റ് ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് അടിയന്തരമായി സ്ഥലം മാറ്റാനും ഉത്തരവിൽ പരാമർശമുണ്ടായിരുന്നു. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവുകൾ ലംഘിച്ചതിന് പുറമെ ടെൻഡർ നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയ VFPCK ഡെപ്യൂട്ടി മാനേജർ അനിൽകുമാറിനെതിരെ വകുപ്പുതല നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു. ഉത്തരവിറങ്ങി 1 മാസം പിന്നിടുമ്പോഴും ആരോപണ വിധേയർ തൽസ്ഥാനങ്ങളിൽ തുടരുന്നത് രാഷ്ട്രീയ ഇടപെടലുകളെ തുടർന്നാണെന്ന ആരോപണമാണ് ഉയരുന്നത്. അതേസമയം ഇവർക്കെതിരെ നടപടി ഉടനുണ്ടാകുമെന്നാണ് VFPCK ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുനെൽവേലിയിൽ തള്ളിയ മെഡിക്കൽ മാലിന്യങ്ങൾ കേരളം നീക്കം ചെയ്യും. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം തിരുനെൽവേലിയിലെത്തി. 3 ദിവസത്തിനുള്ളിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവിനെ തുടർന്നാണ് ഇടപെടൽ. സംഭവത്തിൽ മാലിന്യം ശേഖരിക്കാൻ കരാറെടുത്തിരുന്ന ഏജൻസിയുടെ ലൈസൻസ് റദ്ദാക്കും. മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള ചെലവ് ഏജൻസിയിൽ നിന്ന് ഈടാക്കും. കേരളത്തിലെ മെഡിക്കൽ മാലിന്യങ്ങളും രോഗികളുടെ ചികിത്സാ വിവരങ്ങളും നടുകല്ലൂരിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് നിക്ഷേപിച്ച സംഭവത്തിൽ ഇന്നലെയാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഇടപെട്ടത്. 3 ദിവസത്തിനകം മാലിന്യം മാറ്റാനും അല്ലെങ്കിൽ അതിന്റെ ചെലവ് വഹിക്കാനും ആയിരുന്നു സംസ്ഥാനത്തിന് നിർദ്ദേശം. തുടർന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്, നഗരസഭ, പാലക്കാട് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ കേന്ദ്രം എന്നിവയുടെ പ്രതിനിധികൾ തിരുനെൽവേലിയിലേക്ക് പോയത്. മാലിന്യം നീക്കം ചെയ്യാമെന്ന് സംസ്ഥാനം തമിഴ്നാടിനെ അറിയിച്ചിട്ടുണ്ട്. ദേശീയ ഹരിത ട്രിബ്യൂണലിനെയും ഇക്കാര്യം ബോധിപ്പിക്കും. മാലിന്യം തള്ളിയ സംഭവത്തിൽ 2 തമിഴ്നാട് സ്വദേശികൾ അറസ്റ്റിലായിട്ടുണ്ട്. സുത്തമല്ലി പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഏജൻസിക്ക് മാലിന്യം കൈമാറിയ സംസ്ഥാനത്തെ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വീയേജ് ടാങ്കിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന മലിനജലത്താൽ പൊറുതിമുട്ടി കൊച്ചി കണിയാമ്പുഴയിലെ ഫ്ളാറ്റ് നിവാസികൾ. ദുർഗന്ധം കാരണം പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഫ്ളാറ്റിലെ 100-ലധികം വരുന്ന കുടുംബങ്ങൾ. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് ഫ്ളാറ്റ് നിവാസികളുടെ തീരുമാനം. വൈറ്റില കണിയാമ്പുഴ മിസ്റ്റിക് ഹൈറ്റ് ഫ്ളാറ്റ് നിവാസികളുടെ ദുരിതം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഫ്ളാറ്റ് നിർമ്മിച്ച ശ്വാസ് ഹോംസ് ബിൽഡേഴ്സ് ഫ്ളാറ്റിന്റെ ഉടമസ്ഥാവകാശവും നിയമപരമായ മറ്റ് രേഖകളും അസോസിയേഷന് ഇതുവരെയും കൈമാറിയിട്ടില്ല. മലിനജലം നിറഞ്ഞപ്പോൾ ഒരിക്കൽ മാത്രമാണ് സീവേജ് ടാങ്ക് വൃത്തിയാക്കിയത്.
എന്നാൽ ഈ മലിനജലം ഒഴുക്കിക്കളഞ്ഞതാകട്ടെ തൊട്ടടുത്ത തോട്ടിലേക്ക്. എന്നാൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പമ്പിംഗ് നിർത്തിവെച്ചു. ഫലമോ ഈ കാണുന്നത്. വൈകുന്നേരമായാൽ ഫ്ളാറ്റ് നിവാസികൾക്ക് മാത്രമല്ല നാട്ടുകാർക്കും ദുർഗന്ധം കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. 2011 മുതൽ ഫ്ളാറ്റ് അസോസിയേഷൻ നിർമ്മാണ കമ്പനിക്കെതിരെ നടത്തുന്ന നിയമ പോരാട്ടം തുടരുകയാണ്. അതിനിടെ അശാസ്ത്രീയമായ സീവേജ് നിർമ്മാണത്തിന് മുനിസിപ്പാലിറ്റി കമ്പനി നിർമ്മാതാവിന് 1 ലക്ഷം രൂപ പിഴയിട്ടിരുന്നു. കമ്പനിയാകട്ടെ ഇത് കണ്ടില്ലെന്ന മട്ടാണ്. തോട്ടിലുണ്ടായിരുന്നപ്പോൾ ഒഴുക്കുണ്ടായിരുന്നു, വെള്ളത്തിന് ഒഴുക്കുണ്ടായിരുന്നു, അത് ഒഴുകി പോകുമായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒഴുകാതെ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിന്ന് ഈ സാധനം ഗ്രൗണ്ടിലോട്ട് പോവുകയാണ്. ഗ്രൗണ്ടിൽ വലിഞ്ഞു പോകുന്നതുകൊണ്ട് രണ്ടു കൂട്ടരും ഇപ്പോൾ ഫേസ് 2-ലാണെങ്കിലും ഫേസ് 1-ലാണെങ്കിലും ഞങ്ങൾ ബോർവെല്ലിനെ ആശ്രയിച്ച് ആണ് നമ്മുടെ വെള്ളം ഇത് ചെയ്യുന്നത്. എല്ലാത്തിലും ഈ കണ്ടാമിനേഷൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും. ഇപ്പം ഞങ്ങൾ എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യമായിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോർ അവർ സേഫ്റ്റി. ആദ്യത്തെ ഫ്ളാറ്റിന് പുറമെ ഈ ഭാഗത്ത് മറ്റൊരു ഫ്ളാറ്റ് കൂടി നിർമ്മിച്ചു. എന്നാൽ ഇതിൽ നിയമവിരുദ്ധമായ നടപടികൾ നടത്തിയെന്നാണ് ഫ്ളാറ്റ് നിവാസികളുടെ ആരോപണം. 2 ഫ്ളാറ്റുകൾക്കും കൂടി പൊതുവായ സ്യൂവേജ് ടാങ്കാണ് നിർമ്മിച്ചത്. ഇതോടെ ടാങ്ക് നിറഞ്ഞു കവിയാൻ തുടങ്ങി. പലതവണ പരാതി പറഞ്ഞിട്ടും കമ്പനി ഉടമ ഭീഷണിപ്പെടുത്തിയെന്നും ഫ്ളാറ്റ് നിവാസികൾ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. മിൽമ മലപ്പുറം ഡയറി പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി ഉദ്ഘാടനം ഈ മാസം 24-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ഫാക്ടറിയാണ് മിൽമയുടെ മൂർക്കനാട്ടേത്. 131.3 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയവിടെ 10 മെട്രിക് ടൺ ഉൽപാദന ശേഷിയാണ് ഉള്ളത്. കോവിഡ് കാലത്ത് പാലധികം വന്നപ്പോൾ പാൽപ്പൊടിയാക്കാൻ തമിഴ്നാട് വിസമ്മതിച്ചത് മിൽമയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയുടെ ആവശ്യകത ബോധ്യപ്പെട്ട സാഹചര്യമായിരുന്നു അത്. ഇന്നിപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അത്യാധുനിക സാങ്കേതിക വിദ്യയോടുകൂടിയ പാൽപ്പൊടി ഫാക്ടറിയാണ് മൂർക്കനാട് യാഥാർത്ഥ്യമാകുന്നത്. പ്രതിദിനം 1 ലക്ഷം ലിറ്റർ പാൽ പൊടിയാക്കി മാറ്റാനാകും. ഇതിനു പുറമെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവിടെ നിർമ്മിക്കും. ക്ഷീരമേഖലയിൽ കേരളത്തിലെ സ്വകാര്യ പൊതു സഹകരണ രംഗത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഏറ്റവും വലിയ പദ്ധതിയാണിത്. ലോകത്തിലെ പ്രമുഖരായ ടെട്രാപാക്ക് കമ്പനിയാണ് ഫാക്ടറിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 131.3 കോടി രൂപയിൽ 15 കോടി രൂപ സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ വിഹിതമാണ്. 32.72 കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിൽ നിന്നും ബാക്കി മിൽമ മലബാർ മേഖലാ യൂണിറ്റിന്റെ വിഹിതവുമാണ്. ഇത് പാൽപ്പൊടി മാത്രമാക്കി സർപ്ലസ് മാനേജ് ചെയ്ത് പോയാൽ ഇത്രയും ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് റിട്ടേൺ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഡയറി വൈറ്റ്നർ കൂടെ നമ്മൾ പലരും അറിയല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന ചായയ്ക്ക് ഉപയോഗിക്കുന്ന ആ പൊടി, ആ ഡയറി വൈറ്റ്നർ കൂടെ നമുക്ക് ഉണ്ടാക്കുന്നതിന് പ്ലാന്റും ഇതിന്റെ ഭാഗമായി ചേർത്തു. അതോടൊപ്പം തന്നെ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 ലക്ഷം ലിറ്റർ ഒരു ദിവസം പാല് പൊടിയാക്കാൻ പറ്റാവുന്ന കപ്പാസിറ്റിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. 10 ടണ്ണ് നമുക്ക് പൊടിയാക്കാനായിട്ട് കഴിയും. മിൽമ മലപ്പുറം ഡയറിയുടെയും പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയുടെ ഉദ്ഘാടനം ഡിസംബർ 24 വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുന്നത്. മൂർക്കനാട്ടെ മിൽമ ഡയറി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിക്കും. മിൽമ ഡയറി വൈറ്റ്നറിന്റെ വിപണനോദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പദ്ധതികളുടെ തുടക്കകാലത്ത് ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായിരുന്ന K രാജുവിനെ മന്ത്രി ബാലഗോപാലും അന്നത്തെ മിൽമ ചെയർമാനായിരുന്ന PT ഗോപാലകുറുപ്പിനെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ആദരിക്കും. ന്യൂസ് 18 മലപ്പുറം. ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ഹോസ്റ്റലിൽ ഇഴജന്തുക്കളുടെ ശല്യം മൂലം താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് വിദ്യാർത്ഥികൾ പറയും. ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ആകെ 120 വിദ്യാർത്ഥികളാണുള്ളത്. ഇതിൽ 97 പേരാണ് ഹോസ്റ്റലിൽ താമസിക്കുന്നത്. വേണ്ടത്ര അടിസ്ഥാന സൗകര്യമില്ലാത്ത സ്ഥലത്ത് പാമ്പ്, പഴുതാര തുടങ്ങിയ ഇഴജന്തുക്കളുടെയും എലിയുടെയും ശല്യം മൂലം കിടന്നുറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഞങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്റ്റലിലാണ് നിർത്തിയേക്കുന്നത്. അവിടെ ഞങ്ങളെ വളരെ മോശമായിട്ടുള്ള ഫുഡും കാര്യങ്ങളും, ഞങ്ങളുടെ സേഫ്റ്റി പോലും അവിടെ കറക്റ്റ് അല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്നത് ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഹോസ്റ്റലാണ്. ഹോസ്റ്റലിലെ അസൗകര്യങ്ങൾ സംബന്ധിച്ച് നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടു. ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ല. മന്ത്രി റോഷി അഗസ്റ്റിൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഉടൻ ഒരുക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായി. എന്നാൽ പരിഹാരമായില്ല. തുടർന്നാണ് സമരത്തിലേക്ക് എത്തിയതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഒരു കോളേജ് തുടങ്ങാൻ, ഒരു നഴ്സിംഗ് കോളേജ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബേസിക് ഫെസിലിറ്റീസ് പോലും ഞങ്ങൾക്ക് ഇവിടെ ഇതുവരെ അവൈലബിൾ ആക്കിയിട്ടില്ല. അതായത്
കോളേജ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം പോലും ഗവൺമെന്റിന് എവിടാണെന്ന് ഇതുവരെ ഒരു ഐഡിയ ഇല്ല. ഞങ്ങളത് ചോദിക്കുമ്പോൾ 3 ഏക്കർ ഉണ്ട്, 4 ഏക്കർ ഉണ്ടെന്നൊക്കെ പറയും, അല്ലാതെ അത് എവിടാണ് എങ്ങനെയാണെന്ന് പോലും കോളേജിലെ അധികൃതർക്കോ ഗവൺമെന്റിനോ അറിയത്തില്ല. വൃത്തിഹീനമായ അന്തരീക്ഷവും ഭക്ഷണ രീതിയുമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന മറ്റൊരു പരാതി. യാതൊരു ഗുണമേന്മയില്ലാത്ത ഭക്ഷണമാണ് ലഭിക്കുന്നതെന്നും ഈ സമരത്തോടെ അധികൃതരുടെ ശ്രദ്ധ ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് പഠിപ്പ് മുടക്കിയുള്ള സമരം ആരംഭിക്കുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. അഭിമന്യു കൊലക്കേസിൽ വിചാരണ ആരംഭിക്കാത്തത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് നൽകാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അഭിമന്യുവിന്റെ അമ്മ ഭൂപതി നൽകിയ ഹർജിയിലാണ് ഇടപെടൽ. കുറ്റപത്രം നൽകി 6 വർഷം കഴിഞ്ഞിട്ടും വിചാരണ ആരംഭിച്ചിട്ടില്ലെന്നാണ് ഹർജി. യുവനടി നൽകിയ ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകൻ ഒമർ ലുലുവിന് മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ദലാൽ നന്ദകുമാറിനെതിരായ കാട്ടുകളൻ പരാമർശത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരായ മാനനഷ്ട കേസ് നടപടികൾക്ക് സ്റ്റേ. ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. സുരേന്ദ്രൻ നേരിട്ട് ഹാജരാകുന്നതും ഒഴിവാക്കി. എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഹെൽമറ്റിനകത്ത് നിന്ന് കണ്ടെത്തിയ ഇലക്ട്രോണിക് ഉപകരണം ബോംബല്ലെന്ന് പോലീസ്. ഹെൽമറ്റിലുണ്ടായിരുന്നത് ആൽക്കഹോൾ ഡിറ്റക്ഷൻ മെഷീനാണ്. കൊച്ചിയിലെ ഒരു സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥി എക്സിബിഷന് വേണ്ടി തയ്യാറാക്കിയതായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഹോട്ടലിന് മുന്നിലിരുന്ന ബൈക്കിന് മുകളിൽ നിന്ന് ഹെൽമറ്റും അതിനുള്ളിലായി പ്ലാസ്റ്റിക് കണ്ടെയ്നറിനുള്ളിൽ ഇലക്ട്രോണിക് ഡിവൈസും കണ്ടെത്തിയത്. ബൈക്കിന്റെ ഉടമ ഹെൽമറ്റും അതിലുണ്ടായിരുന്ന വസ്തുവും തന്റേതല്ലെന്ന് പറഞ്ഞ് കടയിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇലക്ട്രോണിക് വസ്തുവിൽ നിന്ന് ബീപ് ശബ്ദം കേട്ടതാണ് പരിഭ്രാന്തി സൃഷ്ടിച്ചത്. രാത്രി ഒരു 11 മണിക്ക് ശേഷം അവിടെ പാർക്കിംഗ് ഏരിയയിൽ ഒരു ബൈക്കിന്റെ പുറത്തൊരു കവർ ഉണ്ട്. അപ്പോൾ ആ ബൈക്കിന്റെ ഉടമസ്ഥ വന്നപ്പോൾ അതൊരു കവർ ഇരിക്കുന്നതുകൊണ്ട് നമ്മളെ കൊണ്ടുവന്ന് ഇത് ആരതാണെന്ന്. അപ്പോഴാണ് അതിനകത്ത് നിന്ന് ശബ്ദം കേട്ടത്. അപ്പോൾ തന്നെ പോലീസിന് ഇൻഫോം ചെയ്തു. രാത്രി അവർ വന്ന് അത് കഴിഞ്ഞിട്ട് ബോംബ് സ്ക്വാഡ് വന്നു. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി ഉപകരണം പ്രവർത്തനരഹിതമാക്കിയ ശേഷം കൊണ്ടുപോയി. ജനങ്ങളെ ബോംബാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പരിഭ്രാന്തിയിലാഴ്ത്തുന്നതിനായി ആരെങ്കിലും ചെയ്തതായിരിക്കുമെന്നും സംശയമുയർന്നു. ഒരു ഇലക്ട്രോണിക് സംവിധാനം ബോംബ് എന്ന് തോന്നാവുന്ന രീതിയിൽ, സംശയിക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം പോലെയാണ് തോന്നിയത്. അതുകൊണ്ട് ബോംബ് സ്ക്വാഡിനെയൊക്കെ വന്ന് അത് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു ഇലക്ട്രോണിക് സെറ്റിംഗ്സ് മാത്രമാണ്, ഇത് ഒരു പ്രഷർ സ്വിച്ച് കണക്ട് ചെയ്തിട്ട് ഉള്ള ഒരു സംവിധാനമാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇത് ജനങ്ങളെ പരിഭ്രാന്തരാക്കാനായിട്ട് ആരോ ചെയ്തതായിട്ടാണ് പ്രാഥമികമായി നമ്മൾ വിലയിരുത്തുന്നത്. പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഹെൽമറ്റിന്റെ ഉടമ സ്റ്റേഷനിലെത്തിയത്. കൊച്ചിയിലെ ഒരു സ്വകാര്യ കോളേജിലെ ഒരു വിദ്യാർത്ഥി എക്സിബിഷന് വേണ്ടി തയ്യാറാക്കിയതായിരുന്നു ഈ ഉപകരണം. എക്സിബിഷൻ കഴിഞ്ഞ് സുഹൃത്തുക്കൾക്കൊപ്പം ചായ കുടിക്കാനാണ് ഹോട്ടലിലെത്തിയത്. മടങ്ങുമ്പോൾ ബൈക്കിന് മുകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ മറന്നു. പിന്നീട് മാധ്യമങ്ങളിലൂടെയാണ് വിദ്യാർത്ഥി ഇക്കാര്യം അറിയുന്നത്. കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇൻഫോ പാർക്ക് സ്റ്റേഷനിലെത്തി പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചതോടെയാണ് സംശയമൊഴിഞ്ഞത്. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ ഇരിട്ടിയിൽ വീട്ടിൽ നിന്ന് 3 ബോംബുകൾ കണ്ടെത്തി. ഉളിക്കൽ സ്വദേശി ഗിരീഷിന്റെ വീട്ടിൽ നിന്നാണ് ബോംബുകൾ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ സ്ഫോടന ശബ്ദം കേട്ട നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കായിരുന്നു. ടെറസിലായിരുന്നു ഇവ സൂക്ഷിച്ചിരുന്നത്. ഉളിക്കൽ പോലീസ് അന്വേഷണം തുടങ്ങി. കാസർഗോഡ് കൊവ്വൽപ്പള്ളി ജംഗ്ഷനിൽ അശ്രദ്ധമായി റോഡ് മുറിച്ചു കടന്ന കുട്ടി അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. KSRTC ഡ്രൈവറുടെ അവസരോചിത ഇടപെടലാണ് അപകടം ഒഴിവാക്കിയത്. പത്തനംതിട്ടയിൽ മോഷണ കേസിൽ ആളുമാറി ക്ഷേത്രം പൂജാരിയെ കസ്റ്റഡിയിലെടുത്ത പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ക്ഷേത്ര ഭാരവാഹികൾ രംഗത്ത്. കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെ കീഴ്ശാന്തി വിഷ്ണുവിനെയാണ് കൊല്ലം ഇരവിപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലം പൂതക്കാട് ദേവീക്ഷേത്രത്തിലെ വിളക്ക് മോഷണവുമായി ബന്ധപ്പെട്ടാണ് ആളുമാറിയുള്ള കസ്റ്റഡി. അബദ്ധം പറ്റിയെന്നാണ് പോലീസിന്റെ വിശദീകരണം. തൃശൂർ കുന്നംകുളം കീഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ SFI ABVP സംഘർഷം. 2 SFI പ്രവർത്തകർക്കും 2 ABVP പ്രവർത്തകർക്കും പരിക്കേറ്റു. കോളേജിലേക്ക് ക്രിസ്മസ് ആഘോഷത്തിനിടെ ഉണ്ടായ വാക്ക് തർക്കമാണ് സംഘർഷത്തിലെത്തിയത്. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഷെഡ്യൂളായി 25 വേദികളിലായാണ് കലോത്സവം. രാവിലെ 9:30 മത്സരം ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ക്രിസ്മസ് ന്യൂ ഇയർ തിരക്കിനിടെ കൊച്ചുവേളി മംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ റദ്ദാക്കി. 26, 28 തീയതികളിൽ കൊച്ചുവേളിയിലേക്കുള്ള സർവീസും 27, 29 തീയതികളിൽ മംഗളൂരുവിലേക്കുള്ള സർവീസുമാണ് റദ്ദാക്കിയത്. 100-ന് മുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്ന സർവീസാണ് റദ്ദാക്കിയത്. മംഗളൂരിൽ നിന്ന് തിരിച്ചുമുള്ള യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായിരുന്ന സർവീസാണിത്. അവധിക്കാല തിരക്ക് മൂലം ടിക്കറ്റ് കിട്ടാനില്ലാത്ത സമയത്ത് ട്രെയിൻ റദ്ദാക്കാനുള്ള തീരുമാനം യാത്രക്കാരെ വലച്ചു.
ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ മറിഞ്ഞ് ഒരാൾ മരിച്ചു. അട്ടത്തോടിനും ചാലക്കയത്തിനുമിടയിലാണ് അപകടമുണ്ടായത്. ചങ്ങനാശ്ശേരി സ്വദേശി ബാബുവാണ് മരിച്ചത്. കണ്ണൂരിൽ ട്രെയിനിൽ കയറുന്നതിനിടെ കാൽ തെന്നി വീണ് യാത്രക്കാരൻ മരിച്ചു. നാറാത്ത് സ്വദേശി കാസിമാണ് മരിച്ചത്. ഇന്റർസിറ്റി എക്സ്പ്രസിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ അബദ്ധത്തിൽ ട്രാക്കിനിടയിൽ വീഴുകയായിരുന്നു. മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. തുടർച്ചയായ 15ാം ദിവസമാണ് മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത്. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പകൽ സമയത്തും ആന ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത് നാട്ടുകാരെ ഭീതിയിലാക്കുന്നുണ്ട്. ഏറെ നേരമെടുത്താണ് നാട്ടുകാർ ആനയെ തുരത്തിയത്. വിവരം അറിയിച്ചിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടും. ശബരിമല വാർത്ത. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഈ തീർത്ഥാടന കാലത്തെ ഏറ്റവും വലിയ തീർത്ഥാടക തിരക്കിലേക്ക് ശബരിമല. 9 മണിവരെ 82,901 ഭക്തരാണ് മല കയറിയത്. മരക്കൂട്ടത്തുൾപ്പെടെ പലയിടത്തും നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. ഇന്നലെ 96,007 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഇത് ഈ സീസണിലെ റെക്കോർഡാണ്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. 10ാമത് പ്രസിഡന്റ്സ് ട്രോഫി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജലോത്സവം നാളെ നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ അഷ്ടമുടി കായലിലാണ് വള്ളംകളി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചു. 3 ട്രാക്കിലായി 9 ചുണ്ടൻവള്ളങ്ങളും 10 ചെറുവള്ളങ്ങളുമാണ് പങ്കെടുക്കുന്നത്. തേവള്ളി കൊട്ടാരത്തിന് സമീപത്തു നിന്നുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ബോട്ട് ജെട്ടി വരെയാണ് മത്സരം നടക്കുക. കലാഭവൻ മണി ദൃശ്യമാധ്യമ പുരസ്കാരം ന്യൂസ് 18. ഭവ്യ പാർവതിയാണ് മികച്ച വാർത്താവതാരക. ന്യൂസ് 18 സംരക്ഷണം ചെയ്യുന്ന ക്രൈം പ്രോഗ്രാമായ പോലീസ് പെട്രോളിന്റെ അവതാരകൻ ടോം കുര്യാക്കോസും അവാർഡിന് അർഹനായി. മികച്ച അഭിമുഖ പരിപാടിയായി അപർണക്കുറുപ്പ് അവതരിപ്പിക്കുന്ന Q18 തെരഞ്ഞെടുക്കപ്പെട്ടു. ജനുവരി 1 കലാഭവൻ മണിയുടെ 54ാം ജന്മദിനത്തോടനുബന്ധിച്ച് ആറ്റിങ്ങിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ത്രസിപ്പിക്കുന്ന കാഴ്ചയും പുത്തൻ കഥയുമായി ചിക്കു വണ്ടർലൈൻ. പ്രമുഖ CJ റെഡ് റയോണാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ചിക്കു വൈൽഡ് റൈഡ് ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തെ വണ്ടർലയുടെ 4 അമ്യൂസ്മെന്റ് പാർക്കുകളിലും റൈഡ് ആസ്വദിക്കാനാകും. ആധുനിക സ്കേറ്റ് ബോർഡിൽ അറിയാതെ കയറിപ്പോയ ചിക്കുവും സുഹൃത്തും അവരുടെ ത്രസിപ്പിക്കുന്ന യാത്രയുമാണ് അഡ്വഞ്ചേഴ്സ് ചിക്കു വൈൽഡ് റൈഡ്. പ്രമുഖ CJ സ്റ്റുഡിയോ റെഡ് റയോണാണ് ചിക്കുവിന്റെ പുതിയ കഥയ്ക്കും കാഴ്ചയ്ക്കും മുന്നിൽ. ലോകോത്തരമായ കാഴ്ചാനുഭവം നൽകുകയാണ് ലക്ഷ്യമെന്ന് വണ്ടർല ഹോളിഡേസ് ലിമിറ്റഡ് MD അരുൺ കെ ചിറ്റിൽപ്പള്ളി പറഞ്ഞു. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പരിപാടികളും വണ്ടർലായി ഒരുക്കിയിട്ടുണ്ട്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 730 രൂപ, പവന് 56,240 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5,715, പവന് 46,520 രൂപയും. വെള്ളി ഗ്രാമിന് 94 രൂപ, കിലോയ്ക്ക് 94,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. MT വാസുദേവൻ